കമ്പ്യൂട്ടർ ക്ലാസ്സും കൂട്ടുകാരുടെ കൂടെ കളിയും വീട്ടിൽ അനിത്യമായി വഴക്കും അമ്മയുടെ ചീത്ത കേൾക്കലും ഒക്കെയായി അമ്മൂൻ്റെ ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഇന്നാണ് അമ്മൂൻ്റെ റിസൾട്ട് വരുന്നത്. നല്ല മാർക്കുണ്ടാവുമെന്നറിയാം, എങ്കിലും ടെൻഷൻ കാരണം ഇരിക്കാൻ വയ്യ. അച്ഛൻ ഇന്ന് ലീവാണ്, റിസൾട്ട് തന്നെ കാരണം. കിട്ടിയോ അച്ഛാ? ഇല്ലമ്മൂ, സൈറ്റ് കിട്ടുന്നില്ല, നെറ്റ്വർക്ക് ജാമാ. ഇതാ ഞാൻ പറയുന്നേ, വൈഫൈ എടുക്കണമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? എനിക്കാണെങ്കിൽ ടെൻഷൻ കാരണം തലവേദനിക്കുന്നു. എന്തിനാ ഇത്ര ടെൻഷൻ? എന്തായതും ജയിക്കും, ഫുൾ A+ കിട്ടുമോന്നുള്ള ടെൻഷൻ അല്ലേ? ഇങ്ങനെ ടെൻഷൻ വേണ്ട, കിട്ടണത് മതി. അമ്മയാണ് ഈ അമ്മ. ഓരോരോ അമ്മമാര് കിട്ടിയതൊന്നും പോരാന്നാ പറയാ. എൻ്റെ അമ്മയ്ക്ക് കിട്ടിയത് ലാഭമെന്ന കണക്കാ. എൻ്റെ മോള് നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ, അതാ എനിക്ക് ടെൻഷനില്ലാത്തെ. അമ്മൂട്ടി, അമ്മൂ. സുമതി വിളിക്കുന്നുണ്ട്, മോളുടെ റിസൾട്ട് ചോദിക്കാനാവും. ഞാൻ നോക്കിയിട്ട് വരാം. അമ്മ ആൻറ്റിയുടെ അടുത്തേക്ക് പോയി. മിനി, റിസൾട്ട് അറിഞ്ഞോ? ഇല്ല ചേച്ചി, എന്തോ നെറ്റ്വർക്ക് പ്രശ്നാ. ആണോ? എന്നാ അമ്മൂനോട് അങ്ങോട്ട് വരാൻ പറയൂ. ബാലു ഉണ്ട്, അവൻ നോക്കിത്തരും. ഇവിടെ വൈഫൈ ഇല്ലല്ലോ, വീട്ടിലുണ്ട്, അങ്ങോട്ട് വായോ എല്ലാവരും. ആ ചേച്ചി, ഞാൻ അമ്മൂനെ വിളിക്കാം. പെണ്ണിന് ആകെ ടെൻഷനാ. അമ്മൂട്ടിയുടെ എക്സാം നമ്പർ വാങ്ങി വെക്കായിരുന്നു. ഇതിപ്പോൾ എന്താ വഴി റിസൾട്ട് അറിയാൻ? അമ്മ പോയിട്ട് കാണാനും ഇല്ലല്ലോ. ആരോട് ചോദിക്കും? ബാലു ഗഹനമായ ചിന്തയിലാണ്. ബാലു മോനെ, അമ്മൂട്ടിയുടെ റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കിക്കേ. അവിടുന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല. അച്യുതൻ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. മോളെ ഞാൻ കൂട്ടി വന്നതാ, ഒന്ന് വേഗം നോക്ക്. ബാലുവിന് വല്ലാത്തൊരു സന്തോഷം വന്നു. അപ്പം ഞാനാണ് എൻ്റെ അമ്മൂട്ടിയുടെ റിസൾട്ട് ആദ്യം അറിയുക. അതെന്തായാലും നന്നായി. അമ്മു, ഇവിടെ വാ. അമ്മു ആണെങ്കിൽ പോവാനും വയ്യ, പോകാതിരിക്കാനും വയ്യ എന്ന അവസ്ഥയിലും. രജിസ്റ്റർ നമ്പർ പറയാമോ? അമ്മു നമ്പർ പറഞ്ഞു കൊടുത്തു. നന്നായി പഠിച്ചില്ലേ നീ? വല്ലാത്തൊരു ഗൗരവത്തിൽ ബാലു ചോദിച്ചു. അമ്മു പേടിച്ചുപോയി. അവന് ഇന്നേ വരെ അവൾ ഇങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരോടും വളരെ സൗമ്യത്തിൽ മാത്രമേ അവൻ സംസാരിക്കാറുള്ളൂ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? ഇനി എൻ്റെ പേപ്പർ മാറിയോ? അതോ ഞാൻ രജിസ്റ്റർ നമ്പർ മാറി എഴുതിയോ? പേപ്പർ കൊടുക്കാതിരുന്നോ? എന്തുപറ്റി ദൈവമേ? അമ്മൂന് കണ്ണിൽ ഇരുട്ട് കയറി. അവൾ ആകെ വിറച്ചു. അവൾക്ക് കരച്ചിൽ വന്നു. വേണ്ടാട്ട ബാലു, മോളെ കളിപ്പിക്കല്ലേ. അമ്മൂട്ടിക്ക് അല്ലെങ്കിലേ ടെൻഷനാ. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ എൻ്റെ അമ്മൂട്ടി. നീ നല്ലോണം പഠിക്കണത് ഞാൻ കാണാറുണ്ടല്ലോ. റിസൾട്ട് കിട്ടിയോ? കിട്ടില്ലോ, അമ്മൂക്കുട്ടിക്ക് ഫുൾ A+ ഉണ്ട്. ആണോ? അമ്മൂന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഞാൻ പോട്ടെ ആൻറ്റി, വീട്ടിലെല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും. അയ്യോ പോവല്ലേ, ആൻറ്റിക്ക് എന്തെങ്കിലും മധുരം തരട്ടെ. ഇത്രയും സന്തോഷമുള്ള കാര്യം അറിഞ്ഞിട്ട് എങ്ങനെയാ ഒന്നും തരാതിരിക്കുക? ബാലു ഇന്നലെ കൊണ്ടുവന്ന ലഡ്ഡു ഇരിക്കുന്നുണ്ട്, വേഗം എടുക്കാൻ മോള് നിൽക്കണേ. അമ്മ പോയതും ബാലു അമ്മൂൻ്റെ അരികിൽ വന്നു. സന്തോഷമായില്ലേ അമ്മുവേ? എനിക്ക് വല്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട്. നീ നന്നായി പഠിക്കുമെന്നറിയാം. എല്ലാ രാത്രിയും ഞാൻ കാണാറുണ്ട് നീ മുകളിലെ ബാൽക്കണിയിലിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. നീ ഉറങ്ങാൻ പോകുന്നത് വരെ ഞാൻ നോക്കിയിരിക്കാറുണ്ട്. എൻ്റെ റൂമിലെ ജനലോരം നിന്നാൽ നിന്നെ കാണാം. നല്ല സന്തോഷത്തിൽ ബാലു പറഞ്ഞു. അമ്മു നന്നായി ഒന്ന് ഞെട്ടി. അവൾ ഇങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അമ്മൂൻ്റെ വീട്ടിൽ ആരും മുകളിൽ കിടക്കാറില്ല. അമ്മുവും അനിയത്തിയും ഒരുമിച്ചാണ് ഉറങ്ങുന്നത്. താഴെ മുറിയിൽ. അച്ഛനും അമ്മയും താഴെ തന്നെ. താഴെയും മുകളിലും 2 റൂമുണ്ട്. മുകളിൽ കിടക്കാൻ അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്ക് പേടിയാ. മുകളിലേക്ക് ആരും അങ്ങനെ പോകില്ല. അമ്മ എപ്പോഴെങ്കിലും വൃത്തിയാക്കാൻ കയറുമെന്നല്ലാതെ ആരും അങ്ങനെ പോകില്ല. ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് രാത്രി കുറേ സമയം പഠിക്കും. ഇമയാണെങ്കിൽ അവളോട് പഠിച്ചു കഴിഞ്ഞാൽ TV ഉറക്കെ വെക്കും. അതുകൊണ്ട് അച്ഛനാണ് പറഞ്ഞത് മുകളിലെ ബാൽക്കണിയിൽ പഠിച്ചോളാൻ. വീട്ടിലേക്ക് നോക്കിയിട്ടില്ല. ഇങ്ങനെ ഒരാൾ നോക്കുന്ന കാര്യം പോലും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും താൻ ഇങ്ങനെ ഒരു അവസരം കൊടുക്കില്ലായിരുന്നു. ഓരോന്ന് ആലോചിച്ച് അമ്മൂന് പേടി തോന്നി. ഇത് താൻ കരുതിയതിലും കുറേ കൂടി സീരിയസ് ആണ്. ഇനി എന്തു ചെയ്യും? അച്ഛനോടോ അമ്മയോടോ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ 2 വീട്ടുകാരും തെറ്റില്ലേ? താനൊരു ചെറിയ കുട്ടിയാണ്. എന്നോടിങ്ങനെ ചെയ്തെന്നറിഞ്ഞാൽ അച്ഛൻ എങ്ങനെ പ്രതികരിക്കും? അമ്മൂന് ചിന്തിക്കാൻ കൂടി വയ്യ. ഇത്രയും സന്തോഷത്തിൻ്റെ ഇടയിലും അമ്മൂന് സങ്കടം വന്നു. എന്താ അമ്മു ഈ ചിന്തിച്ചു കൂട്ടണേ? ബാലു വിരൽ ഞൊടിച്ചു ചോദിച്ചപ്പോഴാണ് അമ്മു ചിന്തയിൽ നിന്നും ഉണർന്നത്. അവൾ ബാലുവിനെ പകച്ചൊരു നോട്ടം നോക്കി. എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ല ബാലുവേട്ടാ, ഞാൻ പോട്ടെ. നിക്കമ്മു, അമ്മ ഇപ്പം വരും. ബാലു പറയുമ്പോഴേക്കും അവൻ്റെ അമ്മ വന്നു. ഇതാ അമ്മു, വാങ്ങിച്ചോ. ആൻറ്റിക്ക് നല്ല സന്തോഷമായിട്ടോ, മിടുക്കി കുട്ടിയാ. അവളുടെ തലയിൽ തലോടി കവിളിലൊരു ഉമ്മയും കൊടുത്തു അവർ. ആഹാ, ഇത് കൊള്ളാലോ. ഞാൻ ഇവിടെ എന്തോരോ എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങിയിരിക്കുന്നു. എനിക്കാരും ഉമ്മ ഒന്നും തന്നിട്ടില്ല. അയ്യോടാ, പോത്തുപോലെ വളർന്നു ചെക്കൻ. എന്നിട്ട് നോക്കണേ കുശുമ്പ്. അമ്മു ആകെ അസ്വസ്ഥയാണ്.
ഞാൻ പോവാണേ ആൻറ്റി, പിന്നെ വരാം. ശരി മോളെ, നോക്കി പോണേ. അങ്കിൾ വന്നിട്ട് ഞങ്ങൾ വരാം. അപ്പോഴേക്ക് എല്ലാവരെയും വിളിച്ചൊക്കെ പറഞ്ഞ് സന്തോഷമായിരിക്കെ അമ്മു വീട്ടിലെത്തുമ്പോൾ അച്ഛൻ റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ എല്ലാവരെയും വിളിച്ച് സന്തോഷം പങ്കുവെക്കുകയാണ്. അമ്മു ആകെ മടുത്തിരുന്നു. എന്തോ പോലെ, സന്തോഷമില്ലാത്ത പോലെ, ആകെ ഒരു മടുപ്പ്. അമ്മൂട്ടിയേ, അച്ഛൻ്റെ മോൾ വന്നേ, അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. പറയലും കെട്ടിപ്പിടിക്കലും കഴിഞ്ഞു. അമ്മുന് വല്ലാത്തൊരു സമാധാനം തോന്നി. അമ്മയും വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഇമ്മ എനിക്ക് ഫുൾ A+ കിട്ടുമെന്ന് ഉറപ്പിച്ച് എനിക്ക് വേണ്ടി ഡയറി മിൽക്ക് വാങ്ങി വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ അമ്മുവിൻ്റെ കണ്ണൊന്ന് നിറഞ്ഞു. എന്താ അമ്മ ഒരു സങ്കടം? നിനക്ക് എന്തു പറ്റി? നല്ല മാർക്കുണ്ടായിട്ടും ഇങ്ങനെ ചടഞ്ഞുകൂടിയൊരിരിപ്പ്. ഒന്നുമില്ല അമ്മക്കുട്ടി, ഞാൻ എന്തോ ചിന്തിച്ചിരുന്നതാ. അഡ്മിഷനാണോ വിഷയം? നിനക്ക് എവിടെയാ വേണ്ടേച്ചാ പോയി പഠിച്ചോ. അമ്മ ഒന്നും പറയില്ല. ഇങ്ങനെ ഇരിക്കാതെ എന്തോ പോലെ. അച്ഛൻ ഇപ്പം വരും കേക്കും കൊണ്ട്. അച്ഛനും വിഷമാവട്ടോ നിന്റെ ഈ ഇരുത്തം. ഒന്നുമില്ലെന്നേ, ഞാൻ വെറുതെ അവരുടെ റിസൾട്ട് ആലോചിച്ചതാ. അവൾ വെറുതെ കള്ളം പറഞ്ഞു. അത് ഞാൻ ഈ തിരക്കിൽ ചോദിക്കാൻ മറന്നു. അമ്മു ബെഡിൽ കിടന്ന് ഓരോരോ ചിന്തയിലാണ്. ബാലുചേട്ടൻ തന്നെ വിഷയം. പലതും ചിന്തിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ തൻ്റെ വീട്ടുകാർക്കും സങ്കടം വരും. ഇന്ന് തന്നെ അമ്മയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടു. അതുകൊണ്ട് എത്രയോ കാലം കഴിഞ്ഞാവും എൻ്റെ കല്യാണം. ആ സമയത്ത് അച്ഛൻ എന്തു വന്നാലും എൻ്റെ കൂടെ നിൽക്കും. പിന്നെ എന്ത് ടെൻഷൻ? കഴിവതും ബാലുവേട്ടൻ്റെ മുന്നിൽ പെടാതെ നോക്കണം. പിന്നെ നോ പ്രോബ്ലം. ഇനി അതല്ല, വല്ലാതെ ബുദ്ധിമുട്ടായാൽ തുറന്നു പറയണം. തനിക്കൊരിക്കലും ഏട്ടനെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ലെന്ന്. ആൾക്ക് മനസ്സിലാവും. അതിനുള്ള അവസരമൊന്നും ഉണ്ടാവാഞ്ഞാലും മതി. എൻ്റെ ഭഗവതി കാത്തോളനെ. ഈ പൂരത്തിന് ഞാൻ എന്തായാലും താലമെടുക്കാവേ.